ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. രാജ്യത്ത് ഒരു തരത്തിലുള്ള നിഴൽ യുദ്ധവും അനുവദിക്കില്ലെന്നും അത്തരം ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സ്ത്രീ ശാക്തീകരണ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഹൽഗാമിലെ ഭീകരാക്രമണം ഇന്ത്യയിലെ സ്ത്രീശക്തിക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നും അത് അക്രമികൾക്ക് മരണമണിയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 25ാമത് പതിപ്പ് നാളെ രാജ്യമെമ്പാടും പ്രത്യേക തിരങ്ക റാലിയായി ആഘോഷിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഡൽഹിയിൽ പരിപാടിക്ക് നേതൃത്വം നൽകും. രാജ്യത്തുടനീളമുള്ള 2000-ലധികം സ്ഥലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് കനത്ത മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, നീലേശ്വരം, മൊഗ്രാൾ, ഷിറിയ എന്നീ നദികളിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്നു. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. 2 ദിവസമായി തിരുവനന്തപുരം ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ പലയിടത്തും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. പെരിങ്കടവിള, അതിയന്നൂർ, വാമനപുരം എന്നീ ബ്ലോക്കുകളിലാണ് കൃഷിനാശം ഉണ്ടായത്. ജില്ലയിൽ ഇന്നലെ മാത്രം 22.3 ലക്ഷം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശം. 4 വീടുകൾ പൂർണ്ണമായും 250 വീടുകൾ ഭാഗികമായും തകർന്നു. ജില്ലയിൽ ഇതുവരെ 3.27 കോടി രൂപയുടെ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കി ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ വിലയിരുത്തി. വഞ്ചികവല, മണിയറൻകുടി, കീരിത്തോട്, മുരിക്കാശ്ശേരി എന്നീ ക്യാമ്പുകളാണ് മന്ത്രി സന്ദർശിച്ചത്. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വരണാധികാരിക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അടുത്ത മാസം 19-നാണ് വോട്ടെടുപ്പ്. 23-നാണ് വോട്ടെണ്ണൽ. MSC എൽസ 3 കപ്പൽ മുങ്ങി കൊല്ലം തീരത്തടിഞ്ഞ 44 കണ്ടെയ്നറുകളിൽ 6 എണ്ണം കൊല്ലം പോർട്ട് എത്തിച്ചു. മെർക്കന്റൈൽ മറൈൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പോർട്ടിലെത്തി കണ്ടെയ്നറുകൾ പരിശോധിച്ചു. കണ്ടെയ്നറിലെ വസ്തുക്കൾ കാരണം കടൽവെള്ളവും തീരവും മലിനമാകുന്നുണ്ടോ എന്നറിയാൻ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ പഠനം ആരംഭിച്ചു. കേരളത്തെ പുകയില മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ലോക പുകയില വിരുദ്ധ ദിന സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യം ആനന്ദം ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ്റെ ഭാഗമായി പുകയിലയ്ക്കെതിരെ പ്രചാരണം നടക്കുന്നതായും ശ്രീമതി വീണ ജോർജ് അറിയിച്ചു. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. റേഷൻ വിതരണം പ്രതിസന്ധിയിലാണെന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കെടുതിയും പ്രതികൂല കാലാവസ്ഥയും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നേരിടാൻ വകുപ്പ് പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടു വരാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ 2 മുതൽ 15 വരെ സമയം അനുവദിച്ചു. അർഹരായ കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. വികസിത കൃഷി സങ്കല്പ അഭിയാൻ ക്യാമ്പയിൻ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നു. തുമ്പമൺ, പന്തളം എന്നിവിടങ്ങളിലായിരുന്നു ഇന്ന് ക്യാമ്പയിൻ. ഇതുകൂടാതെ ഓൺലൈൻ ക്യാമ്പയിനും നടക്കും. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, ആത്മ പത്തനംതിട്ട എന്നിവ സംയുക്തമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച രാവിലെ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 53 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2322 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 55 പേരാണ് അറസ്റ്റിലായത്. മംഗോളിയയിൽ നടന്ന ഉലാൻ ബാറ്റർ ഓപ്പൺ ഗുസ്തിയിൽ 4 സ്വർണം ഉൾപ്പെടെ 6 മെഡലുകൾ നേടി ഇന്ത്യ. ആൻഡി ബംഗൽ, നേഹ സാങ്വാൻ, മുസ്കാൻ, ഹർഷിത എന്നിവരാണ് ഇന്ത്യയ്ക്കായി സ്വർണം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും ചെക്ക് പങ്കാളിയായ ആദം പാവ്ലാസെക്കും 3-ാം റൗണ്ടിൽ കടന്നു. 2-ാം റൗണ്ടിൽ ഹാബിയൻ റബോളിനെയും സാഡിയോ ഡുംബിയെയുമാണ് പരാജയപ്പെടുത്തിയത്. 3-ാം റൗണ്ട് മത്സരം നാളെ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.